ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ എന്ന് പറയുന്ന ആറ്റം ബോംബ് സാന്ത്വനത്തിൽ വന്നു വീണ് അതൊരു ഭയങ്കരമായ വിഷയമായിരിക്കുവാണ്. എല്ലാവരുടെയും മനസ്സിനെയും ചിന്തകളെയും ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് കണ്ണൻ ഇങ്ങനെ അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കൂടി ഒറ്റയ്ക്ക് വിഴുങ്ങാൻ എന്നുള്ളൊരു രീതിയിലാണ് കണ്ണൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം. അപ്പോൾ കണ്ണൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടും കേട്ടും എല്ലാവരും തകർന്നിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശങ്കരമാമ കണ്ണനോട് സംസാരിക്കാൻ വരുന്നത്. പക്ഷേ ശങ്കരമാമയോട് കണ്ണൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ശങ്കരമാമ സഹിതം ഞെട്ടിപ്പോയി. കാരണം ഇത്രയും കാലമായിട്ട് അവരുടെ ഒന്ന് മുഖത്ത് നോക്കി ഈ രീതിയിൽ സംസാരിക്കാത്ത കണ്ണൻ ഇപ്പോൾ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. അങ്ങനെ ഈ കണ്ണൻ്റെ ഈ ഒരു വല്ലാത്തൊരു അഹങ്കാരമൊക്കെ എല്ലാവരും ഇങ്ങനെ ആകെ വിഷമത്തോടെ കണ്ടും കേട്ടും നിൽക്കുമ്പോൾ കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണം. കണ്ണൻ എനിക്ക് ഇത് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞു. ബാക്കി 2 അനിയന്മാരുണ്ട്, അവരുടെ കാര്യങ്ങളും കൂടി നമ്മുടെ ബാലന് നോക്കണം. അപ്പോൾ ബാലൻ ഹരിയോടും അതുപോലെ ശിവനോടും ഈ കാര്യം സംസാരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ദേവിയാണെങ്കിൽ ബാലന് സ്വസ്ഥത കൊടുക്കുന്നില്ല. ഇവരോട് 2 പേരോട് ഇത് ചോദിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ബാലൻ ഇവരോട് സംസാരിക്കാൻ തീരുമാനിച്ച് ഹരിയെയും ശിവനെയും വിളിച്ചു. അപ്പോൾ വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ലാത്തത് കൊണ്ട് ഇവർ പുറത്തേക്ക് പോയി പുറത്തു നിന്ന് സംസാരിക്കുക. അപ്പോൾ എന്താണ് ബാലേട്ടന് പറയാനുള്ളത് എന്ന് അനിയന്മാർ ചോദിച്ചപ്പോൾ കണ്ണൻ്റെ കാര്യമാണ് തനിക്ക് പറയാനുള്ളതെന്നുള്ള കാര്യം പറഞ്ഞു ഏട്ടൻ. കണ്ണൻ ഇപ്പോഴത്തെ ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് ബാലൻ അനിയന്മാരോട്. അവൻ്റെ തീരുമാനം അവൻ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് അവൻ്റെ തോന്നിവാസത്തിന് നിന്നു കൊടുക്കാൻ പറ്റുമോ ബാലേട്ടാന്ന് ചോദിച്ചു ശിവൻ. ഹരി എപ്പോഴും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല. അവൻ്റെ തോന്നിവാസം നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്നൊക്കെ അറിയാം, പക്ഷേ കണ്ണൻ്റെ അഹങ്കാരം സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെ ശിവൻ പറഞ്ഞു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളതിനെനിക്ക് മറുപടി തരണമെന്ന് പറയുമ്പോൾ എന്താണെന്നറിയാനുള്ള ഒരു ഇതിൽ ഇവരിങ്ങനെ നിൽക്കുക. കണ്ണന് വേണ്ടിയിട്ട് ഈ ഒരു അവൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്താൻ അല്ലെങ്കിൽ കണ്ണൻ്റെ വീതം അവന് തന്നെ എഴുതി കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മതക്കുറവുണ്ടോ എന്ന് ബാലൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറയുവാണ് ശിവൻ. അവൻ്റെ അഹങ്കാരത്തിന് അവൻ്റെ തോന്നിവാസത്തിന് അവന് കൂടെ പിടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്നും അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം ഞാൻ പറയുകയില്ലെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേക്കും ഹരി ഇങ്ങനെ മിഴുങ്ങസിയാന്നും പറഞ്ഞ് നോക്കി നിൽപ്പുണ്ട്. ഹരി ഒന്നും മിണ്ടുന്നില്ല. ശിവന് ശിവൻ്റേതായ തീരുമാനങ്ങളുണ്ട്, പക്ഷേ ഹരിയെ സംബന്ധിച്ചിടത്തോളം ഹരി തീരുമാനങ്ങൾ പറയുന്നില്ല. ഹരിക്ക് എപ്പോഴും കുടുംബത്തിനുള്ള ഒരു പ്രാധാന്യം നിലനിർത്തിക്കൊണ്ടാണ് ഹരി സംസാരിക്കുന്നത്. അങ്ങനെ ഹരിയോട് ചോദിച്ചപ്പോൾ ഹരി ഞാനിപ്പോൾ ഇതിൽ എന്ത് പറയാനാണ് എന്ന് വല്യേട്ടനോട് ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശിവൻ പറഞ്ഞു ഹരിയേട്ടനും താല്പര്യമല്ല, ഹരിയേട്ടനും ആലോചിക്കാനുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അങ്ങനെ അവൻ്റെ ആവശ്യങ്ങൾ മാത്രം നടന്നാൽ പോരല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്കും സ്വത്തിനോട് താല്പര്യമുണ്ടെന്നുള്ളൊരു രീതിയിലാണ് ബാലൻ ചിന്തിച്ചത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബാലൻ സങ്കടപ്പെട്ട് അങ്ങ് പോയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഹരി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ഹരിയോട് ശിവൻ ചോദിച്ചു, ഹരിയേട്ടൻ എന്തിനാ ബാലനോട് അങ്ങനെ സംസാരിച്ചത്, കഴിയില്ല എന്ന് തന്നെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചു. എങ്ങനെയാടാ ഞാൻ വല്യേട്ടൻ്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഹരി ഇങ്ങനെ ചോദിച്ചപ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. കണ്ണൻ കണ്ടില്ലേ വന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞത്, അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ആരാ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ സംസാരിച്ച് ഇവർ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് ജയന്തി വരുന്നത്. അപ്പോൾ ഈ ശങ്കരമാമ ചെന്നു പറഞ്ഞ് സാവിത്രി അപ്പച്ചി കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അത് പുള്ളിക്കാരി ജയന്തിയോട് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം മനസ്സിലിട്ടുകൊണ്ടാണ് ആ ശാത്തി വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ദേവിയും അപ്പുവും കൂടി കണ്ണൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുക്കിളി എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് കയറി വന്ന് ജയന്തി ഭയങ്കര സോപ്പിടലും കാര്യങ്ങളൊക്കെ
അപ്പോൾ ഇവരുടെ നാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കൊളുത്തി വലിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഇതിലാണ് പുള്ളിക്കാരി കയറി ചെല്ലുന്നത്. പക്ഷേ ഇവരങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇവരുടെ നാവിൽ നിന്നൊന്നും കിട്ടാതായി കഴിഞ്ഞപ്പോഴേക്കും ജയന്തി അങ്ങോട്ട് തന്നെ കയറി ചോദിച്ചു, ഇന്ന പോലെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ, എന്തായി കണ്ണന് വീതം വെച്ച് കൊടുക്കുന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു നമ്മുടെ ദേവി. നിനക്ക് നാണമുണ്ടോ ദേവി എന്നും ചോദിച്ചുകൊണ്ട് ദേവിയോടായി ജയന്തി. ഈ 2 അനിയന്മാരെ പെരുവഴിയാക്കിക്കൊണ്ട് നിൻ്റെ ഇളയ മകനാണെന്നും പറഞ്ഞ് നീ വളർത്തിയവൻ എല്ലാം കൂടെ നീ അങ്ങ് കൊടുക്കുക അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവിയോട് വളരെ അപമര്യാദയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ കാര്യം അറിയാതെ ജയന്തി അടുത്ത് സംസാരിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ അപ്പു ഇങ്ങനെ പറഞ്ഞു. അതേമോ അപ്പു, ഞാൻ പറയുന്നതാ പ്രശ്നം. ഇവിടെയേ ഇപ്പോൾ യാതൊരു ഗതിയും ഇല്ലാത്തത് നിനക്കും ഹരിക്കുക. ഇവരിവിടെ നിന്ന് ഇറക്കി വിട്ടാൽ എങ്ങോട്ട് പോകും നീയും ഹരിയും? നിങ്ങളുടേതായ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടോന്ന് ചോദിച്ചു. അന്നേരത്തേന് അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ശിവനും അതുപോലെ അഞ്ജുവേ അവരുടെ കാര്യം നോക്കാൻ പഠിച്ചതാ. അവർക്കിപ്പോൾ അതേ ഹൂട്ടുപരയായി, അവരുടെ കാര്യങ്ങളെല്ലാം സെറ്റായി. ഇവിടുന്ന് ഇറങ്ങിയാലും അവർക്കൊരു വീട് വാടകയ്ക്ക് എടുത്താലും ആരോടും ചോദിക്കേണ്ട, അവർക്കങ്ങ് ജീവിക്കാം. നിൻ്റെ കാര്യം അങ്ങനെയാണോ അപ്പു? നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ നീ എങ്ങോട്ട് പോകും? ഒരു വീട് വാടകയ്ക്ക് എടുക്കാനോ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കാനോ നിനക്ക് ജീവിക്കാനോ എന്തെങ്കിലും മാർഗമുണ്ടോ? കണ്ണൻ വന്നത് കണ്ടില്ലേ, അവൻ്റെ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാൻ. അതുപോലെ നീയും നിനക്കും നിൻ്റെ കുഞ്ഞും നന്നായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹരിയോട് ഇവിടുത്തെ വീതം ചോദിച്ച് മേടിക്കാൻ പറ. അല്ലെങ്കിലേ നിൻ്റെ കാര്യം പോക്ക. എനിക്ക് അത്രേ പറയാനുള്ളൂ. മറ്റുള്ളവരുടെ കാട്ടായമൊക്കെ കണ്ട് അതിലൊക്കെ വിശ്വസിച്ച് മുഴുകി നിന്നാലേ പെരുവഴിയാകാൻ പോകുന്നത് നീയാ. അതുകൊണ്ട് വേണമെങ്കിൽ ഹരിയോട് പറഞ്ഞ് ഈ വീതം മേടിച്ചെടുക്കാൻ നോക്കാൻ പറഞ്ഞു, അവകാശപ്പെട്ടത് മേടിച്ചെടുക്കാൻ പറഞ്ഞു. അതും പറഞ്ഞിട്ട് ജയന്തി തുള്ളിച്ചാടി അങ്ങ് പോയി. ദേവി ഇതൊക്കെ കേട്ട് ഇങ്ങനെ പകച്ച് നിൽക്കുക കേട്ടോ. എവിടെ നിന്നൊക്കെയാ വരുന്നത്, ഒരു രക്ഷയില്ല. അങ്ങനെ ദേവി ഇങ്ങനെ അപ്പുവിനോട് പറഞ്ഞു, അപ്പു നിനക്ക് തോന്നുന്നുണ്ടോ നിങ്ങളോടൊന്നും നീതി കാണിക്കാതെ ബാലേട്ടൻ അതിന് മുതിരുവെന്ന്? ജയന്തി അടുത്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ദേവിയടുത്ത് എന്തിനാ അതോർത്ത് ടെൻഷനാവുന്നേ? നമ്മുടെ വീട്ടിലെ കാര്യം അതെന്താണെന്ന് എനിക്ക് നന്നായി അറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പു അന്നേരം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇവരിങ്ങ് പോന്നു. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് അവിടെ ദേവി കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അപ്പു അരികിലിരിക്കുന്നു. അങ്ങനെ ദേവൂട്ടിയുടെ ഓരോ ചിരിയും കളിയും വർത്തമാനവും ഒക്കെ ആയിട്ട് അവരങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാലൻ കടയടച്ച് വീട്ടിലേക്ക് വരുന്നത്. ബാലൻ കടയടച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവർ 3 പേരും ഉമ്മറത്തിണ്ണയിൽ ഇരിപ്പുണ്ട്. പക്ഷേ എന്നും കയറി വരുന്നത് പോലെയല്ല, ഒരു മൂഡൗട്ടായിട്ട് ആരുടെയും മുഖത്ത് നോക്കാതെ വിഷമിച്ച് കയറി വരുന്ന ബാലനെ കണ്ടപ്പോഴേക്കും അച്ഛാ ദേവൂട്ടി ആഹാരം കഴിക്കുക എന്നും പറഞ്ഞ് കൊച്ചിങ്ങനെ നീട്ടി ഒച്ചത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും മുഖത്തേക്ക് നോക്കി ഒരു വല്ലാത്തൊരു ചിരിയും ചിരിച്ച് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. ആരോടും മിണ്ടി പോലും ഇല്ല കേട്ടോ. പിന്നാലെ നമ്മുടെ ഹരി കയറി വന്നു. അപ്പോൾ ബാലേട്ടൻ ഇതെന്തു പറ്റിയെന്ന് ദേവി അപ്പുവിനോട് ചോദിച്ചപ്പോൾ അറിയില്ലല്ലോ എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഹരി കയറി വരുന്നത്. ഹരി കയറി വന്നു കഴിഞ്ഞപ്പം എന്താ ഹരി, ബാലേട്ടൻ എന്താ പറ്റിയേ? ബാലേട്ടന് ഭയങ്കര വിഷമമാണല്ലോ എന്ന് ഇങ്ങനെ ചോദിച്ചേ. അന്നേരം പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, പിന്നെ എല്ലാ ദിവസവും എപ്പോഴും ഒരു മനുഷ്യന് ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും, അതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹരി ഇത് പറഞ്ഞപ്പോൾ അപ്പുവിന് മനസ്സിലായി ഇത് ഒഴിഞ്ഞു മാറാനുള്ള വർത്തമാനമാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. ഹരി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അപ്പു അന്നേരം പറഞ്ഞു, നമ്മുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള മറുപടിയായിരുന്നു ദേവെടുത്തിയത്. എന്തോ പ്രശ്നമുണ്ട്, ബാലേട്ടൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് കൊളുത്തിയിട്ടുണ്ട്, അതിൻ്റെ സങ്കടമാണ് ആ മുഖത്ത് കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മിക്കവാറും കണ്ണൻ്റെ എന്തോ കാര്യം തന്നെയാണെന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ദേവി വേഗം തന്നെ ഓടി ബാലൻ്റെ അടുത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ബാലൻ്റെ അരികിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ബാലൻ ഇങ്ങനെ ആകെ വെപ്രാളം കയറി ഇങ്ങനെ ഒരു സമാധാനവും ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് കണ്ടത്. കയറി ചെന്നിട്ട് ദേവി ചോദിച്ചു, എന്താ ബാലേട്ടാ, എന്താ പറ്റിയേ? ആകെ വിഷമിച്ചിരിക്കുന്നു, ബാലേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം വരാനാടോ എന്ന് ചോദിച്ചു. ബാലൻ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ, ബാലേട്ടൻ കാര്യം പറഞ്ഞാലല്ലേ അറിയാൻ കഴിയുള്ളൂ എന്നിങ്ങനെ ദേവി പറയുമ്പോൾ ഞാൻ ഹരിയോടും ശിവനോടും സംസാരിച്ചോ എന്നും കൂടെ ചോദിച്ചു ദേവി. അവരോട് ഞാൻ സംസാരിച്ചു. അവരെന്താ പറഞ്ഞത്? കണ്ണൻ്റെ പേരിൽ ഇതെല്ലാം എഴുതി കൊടുക്കുന്നതിന് അവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ശിവൻ ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞെന്ന കാര്യം പറയുക. ഹരി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞു. അവരുടെ സംസാരത്തിൽ നിന്ന് അവരൊരിക്കലും അതിന് സമ്മതിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ബാലൻ പറഞ്ഞപ്പോൾ നമ്മുടെ ദേവി ചോദിച്ചു, എല്ലാവരുടെയും വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് കണ്ണൻ്റെ പേരിൽ കണ്ണൻ്റെ അവകാശം എഴുതി കൊടുക്കാനാണോ ബാലേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? അതിപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്ന കണ്ണൻ്റെ മുന്നിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്? കണ്ണൻ്റെ ആഗ്രഹം പോലെ ഈ വീതം കണ്ണൻ്റെ പേരിൽ എഴുതി കൊടുത്തില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഈ കുടുംബം
ചെതറിപ്പോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു ആകുലതയായിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരിക്കുമ്പം ശിവനും മഞ്ജുവും കൂടെ മുറിയിലിരുന്ന് ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ബാലൻ സംസാരിച്ച കാര്യം, ഈ വീട് കണ്ണൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നത് ബാലൻ പറഞ്ഞ കാര്യം മഞ്ജുവിനോട് നമ്മുടെ ശിവൻ പറഞ്ഞു. അന്നേരം ശിവൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആലോചിക്കണം എന്നാണ് പറഞ്ഞതെന്നും ശിവൻ അഞ്ജുവിനോട് പറയുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്താണ് ബാലേട്ടൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ അഞ്ജു ചോദിച്ചു. മിക്കവാറും എഴുതി കൊടുക്കുമായിരിക്കുമോ എന്നിങ്ങനെ പറയുമ്പോൾ, ഈ വീട് കണ്ണൻ്റെ പേരിൽ എഴുതി കൊടുത്ത് നാല് വഴിക്കായി പോകില്ലേ? എനിക്കത് ചിന്തിക്കാൻ കൂടി കഴിയില്ല ശിവേട്ടാ. നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ അയ്യോ അതെനിക്ക് ഓർക്കാനും കൂടി വയ്യെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഞ്ജു അന്നേരം ശിവനോട് പറയുക. അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം കണ്ണൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് ബാലേട്ടനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ആ സമയത്ത് നമ്മളായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാൻ അതിനും മനസ്സ് വരുന്നില്ല. കണ്ണന് പിന്നെ ആരും വേണ്ട എന്നുള്ളൊരിതിൽ കണ്ണൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. ഈ വീട് വീതം വെച്ചാലേ നമ്മളൊരു പക്ഷേ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജീവിച്ചു പോകും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പുവിന് വേണമെങ്കിൽ അമരാവതിയിലേക്കും പോകാം. ഹരിയേട്ടൻ പോകില്ല എങ്കിൽ പോലും പോകാം. നമ്മുടെ വല്യേട്ടനും അതുപോലെ ദേവേടത്തി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവരെങ്ങോട്ട് പോകും, അവർക്കൊരു പോക്കടം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ശിവനും ആകെ സങ്കടമായി. അപ്പോൾ ശിവൻ പറഞ്ഞു, എന്തെല്ലാം സംഭവിച്ചാലും കണ്ണൻ്റെ അഹങ്കാരത്തിന് ഞാൻ കൂട്ട് നിൽക്കില്ല. കണ്ണൻ്റെ കള്ളക്കളി പൊളിക്കണം. കള്ളന് കഞ്ഞി വെച്ചവനായിട്ടാണ് കണ്ണൻ തിരിച്ചു വന്നിരിക്കുന്നതെന്നും കണ്ണന് യാതൊരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊന്നും തുടങ്ങാനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നുള്ള കാര്യം നമ്മുടെ ശിവനും അങ്ങനെ പറഞ്ഞു. അങ്ങനെ സാന്ത്വനം കുടുംബം തല്ലിപ്പിരിച്ച് വീതം വെച്ച് നാല് വഴിക്കാക്കാനായിട്ട് കണ്ണൻ ഇങ്ങനെ ഒരുമ്പിട്ട് ഇറങ്ങുമ്പോൾ ബാലൻ അത് സമ്മതിച്ചു. പക്ഷേ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ട് നമ്മുടെ ശിവൻ തന്നെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ബാലൻ്റെ മുന്നിൽ ആദ്യമായി നമ്മുടെ ശിവൻ ആ എതിർത്ത് സംസാരിച്ചു. അത് ബാലനും ദേവിക്കും വേണ്ടി തന്നെയാണ്. ഇനിയിപ്പോൾ അവിടെ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത് ശിവനും കണ്ണനും തമ്മിൽ. എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്